എല്ലാവർക്കും ഭയങ്കര സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചേച്ചി മോർണിംഗ് ഒരു റൊട്ടീൻ ആയിട്ട് കാണിക്കാം, ഒരു ഡേ ഫുൾ റൊട്ടീൻ കാണിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഡേ ഫുൾ റൊട്ടീൻ കാണിക്കുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പല സ്ഥലങ്ങളിലായിട്ട് അലഞ്ഞു നടക്കുവാണ്. ഇപ്പം കടയിൽ പോകണം, പാക്കിംഗ് ഉണ്ട്, പിന്നെ പ്രൊഡക്ഷൻ നമ്മുടെ സാധനങ്ങൾ വാങ്ങി ഉണക്കി പൊടിക്കുന്ന സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ പോകണം. അപ്പൊ പല സ്ഥലങ്ങളിലാകുമ്പോൾ എനിക്ക് ക്യാമറയും ഇതുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല, മനസ്സിലായില്ല, ആരും ഇല്ലല്ലോ കൂടെ നമുക്ക് വന്ന് നിന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഇട്ടെ കേട്ടോ. ലൈറ്റ് ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ഇത് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് വർക്കൗട്ട് ക്ലാസ് ഇല്ല. വർക്കൗട്ട് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. ഒരു 7:30 ആയി കേട്ടോ എഴുന്നേറ്റപ്പോഴത്തേക്ക്. അപ്പോൾ ഞാനിവിടെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ A+ മിൽക്കാണ്, സ്ലിം മിൽക്ക്. ഇതാണ് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു സ്ലിം മിൽക്കാണ് അധികവും ഞാൻ ഇതൊരു പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, A+ മിൽക്ക്. പിന്നെ ഇത് എനിക്ക് ഇനിയിപ്പോൾ കുറച്ച് കൊളാജൻ പൗഡർ, നമ്മുടെ കൊളാജൻ പൗഡർ തീർന്നു പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പച്ചക്കപ്പലിൻ്റെ ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ പച്ചക്കപ്പലിൻ്റെ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. കൊളാജൻ പൗഡർ ഉണ്ടാക്കണം. അപ്പോൾ ഞാനിപ്പം എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. എഴുന്നേറ്റ് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തു. നമ്മുടെ ഫേസ് വാഷ് ഇട്ടൊക്കെ കണ്ടോ, ഫേസ് ഒന്ന് വാഷ് ചെയ്തു. ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. പിന്നെ സൺസ്ക്രീൻ എടുത്ത സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാറില്ല. നമ്മുടെ തന്നെ പിഗ്മെന്റേഷൻ ക്രീം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്തു. അതാണ് ഇങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റൊട്ടീൻ എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നോർമലി. ഞാൻ രാവിലെ വർക്കൗട്ടൊക്കെ ഉള്ള നമ്മുടെ മൺഡേ ടു ഫ്രൈഡേ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു 1 ലിറ്റർ വെള്ളം അത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഉറപ്പായിട്ടും കഴിച്ചിരിക്കും. ഇന്ന് നമുക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റുകൊണ്ട് തന്നെ രാവിലെ വെള്ളമൊന്നും ഞാൻ കുടിച്ചില്ല. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കഴിക്കാൻ പോകുന്നത് നമ്മുടെ ആംല ജ്യൂസ്, നെല്ലിക്ക ജ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഈ ആംല ജ്യൂസ് കഴിക്കാറുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ആംല, ഇപ്പം അത് പതിയോളമായി, ഇത്രയായി കേട്ടോ കഴിച്ചിട്ട്. അപ്പോൾ ആംല ജ്യൂസ് ഞാൻ എന്താ എടുക്കുന്നത് വെച്ചാൽ ഒരു 20 ഗ്ലാസ് വലിയ, അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ സൈസ്. അതിൻ്റെ പേപ്പർ പോലും ഇതുവരെ ആണെങ്കിൽ കളഞ്ഞിട്ടില്ല, ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണേ. അപ്പോൾ ജസ്റ്റ് ഒരു 25 ml എടുക്കും. ഓക്കെ, 25 ml ജ്യൂസ് എടുത്തിട്ട്, ഇതിപ്പോൾ മുടി കൊഴിച്ചിലിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ കറിവേപ്പിലയൊക്കെ കഴിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ജ്യൂസസ് ഒക്കെ കഴിക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്യണം. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട്, കിച്ചണൊക്കെ നമ്മുടെ കിച്ചൺ അങ്ങനത്തെ പുതിയ വീടിൻ്റെ കിച്ചൺ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ അല്ലേ, ഞാൻ കിച്ചൺ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഈ അളവിലാക്കിയിട്ട് പതുക്കെ സിപ്പ് ചെയ്ത് കുടിക്കാം. ഇതാണ് ഫസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ മുടി നരയ്ക്കാതിരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട്. ഇപ്പോൾ അങ്ങനെ പഴയ വീട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര വെള്ളത്തിന് ഒരുമാതിരി ഭയങ്കര കറുപ്പ് കളർ വെള്ളമായിരുന്നു. മെയിനായിട്ട് നമ്മൾ ആ വീട് മാറാനുള്ള കാരണം ആ വെള്ളം ഭയങ്കര കറുപ്പായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാരണം പാർക്കിംഗ് ഇല്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കാരണം കേട്ടോ. ഇതിപ്പോൾ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഹൗസാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. ഇതൊക്കെയാണ് ഞാനിപ്പോഴാട്ടോ നോക്കുന്നത്. എൻ്റെ മുസ്ലി, ഞാൻ ആ മുസ്ലിയെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മോസ്റ്റ്ലി മുസ്ലിയാണ് കഴിക്കാറുള്ളത്. ആ മുസ്ലിയെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം, അതിന് വേണ്ടിയിട്ട് വീഡിയോ കാണിച്ചു തരാം. പിന്നെ എൻ്റെ കയ്യിലുള്ള ചില സാധനങ്ങളൊക്കെ അവിടെ അടുക്കി വെച്ചേക്കുന്നതാണേ. നിന്നോണ്ട് കുടിക്കരുത്, എപ്പോഴും വെള്ളം കുടിക്കുമ്പം ഇരുന്ന് വേണം കുടിക്കാൻ. ഇപ്പം ഞങ്ങൾ കാണിക്കുന്നതുകൊണ്ട് കുടിക്കുന്നതേ ഉള്ളേ. ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. ഞാനിവിടെ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഇഡ്ഡലിയാണ്. അപ്പം ഞാനത് ചെറുതായിട്ട് ചൂടാക്കി എടുത്തു. എന്ത് ഇഡ്ഡലിയാണെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നോർമൽ നമ്മുടെ മില്ലറ്റ്സ് അരച്ച് എടുത്ത ഇഡ്ഡലിയാണ്. മില്ലറ്റ്സ് എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് 2 രീതിയായിട്ട് ഞാനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇതിനകത്ത് നമ്മൾ കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പില നല്ല കറിവേപ്പില പൊടി ആക്കിയിട്ട് അതിനകത്ത് പരിപ്പിന്റെ പൊടിയൊക്കെ ചേർത്ത്, നമ്മൾ ഇഡ്ഡലി പൊടി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ കറിവേപ്പില പൊടിയാണിത്. ഇത് നമ്മുടെ ഫ്ലാക്സ് സീഡിന്റെ പൊടിയാണ്. അപ്പൊ അത് നല്ലെണ്ണയിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ചധികം ഉണ്ട്, ഒരു 10-12 എണ്ണം കാണും. പക്ഷെ കുട്ടി ഇഡ്ഡലിയല്ലേ, വലിയ ഇഡ്ഡലി ആകുമ്പോൾ ഒരു 3 ഇഡ്ഡലി ഉണ്ടാവും. ഇനി പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളും ഒന്നും വേണ്ട, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇങ്ങനെ എടുക്കാറില്ല. മോസ്റ്റ്ലി ഞാൻ എൻ്റെ മിൽക്കും എൻ്റെ മുസ്ലിയുമാണ് കഴിക്കാറുള്ളത്. ഇപ്പം അടുത്തായിട്ട് ഞാനൊരു നല്ലൊരു മുസ്ലി പാക്ക് കഴിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ നാളെയോ മറ്റന്നാളോ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്.
ഇപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഉറപ്പായിട്ടും ഈ വെള്ളം ഉറപ്പായിട്ടും കുടിക്കും. ഇത് ഫുള്ളായിട്ട് കുടിക്കും. എന്തൊക്കെ ആയിരുന്നാലും രാവിലെ എഴുന്നേറ്റ ഉടനെ വർക്കൗട്ട് ക്ലാസ് ഉള്ള ദിവസങ്ങളാണെങ്കിൽ ജസ്റ്റ് ബ്രഷ് ചെയ്ത് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വർക്കൗട്ട് ക്ലാസ് എടുക്കും. അതിനുശേഷം ഒന്ന് കുളിച്ചതിന് ശേഷമേ ചെയ്യാറുള്ളൂ. കാരണം വർക്കൗട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് വിയർക്കുമല്ലോ ഭയങ്കരമായിട്ട്. അതുകൊണ്ട് ഒന്ന് കുളിച്ചതിന് ശേഷമാണ് അടുത്ത കാര്യങ്ങൾ. ഇന്ന് അല്ലാത്ത ദിവസം ശനി ഞായറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ലേറ്റ് ആയിട്ട് പതുക്കെ നെല്ലിക്ക ജ്യൂസ് ഡെയിലി കുടിക്കും കേട്ടോ. ഇത് ഡെയിലി ഞാൻ കുടിക്കും. കാരണം നെല്ലിക്ക ജ്യൂസ് ഡെയിലി കഴിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ നെല്ലിക്കായിട്ട് കഴിക്കുമ്പോഴാണ്. ഇപ്പൊ ജ്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇതാണ് ഇപ്പൊ കഴിക്കാൻ പോകുന്നത്. നെല്ലിക്ക ജ്യൂസ് കുടിക്കും. സാധാരണയാണെങ്കിൽ വെള്ളം കുടിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും നെല്ലിക്ക ജ്യൂസ് കുടിക്കും. ഇതാകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ വെറും വയറ്റിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കും. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നെല്ലിക്ക ജ്യൂസ് കഴിക്കണം. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി കഴിക്കണം കേട്ടോ. മോളുണ്ട്, അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ശനി ഞായർ അവൾക്ക് കോളേജ് ഇല്ലാത്ത ദിവസം അല്ല ദിവസങ്ങൾ കൊച്ചു രാവിലെ എഴുന്നേൽക്കുന്നതല്ലേ. അതുകൊണ്ട് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. ഓക്കെ, ഇനി നമുക്ക് മേളിൽ പോയി തുണിയൊക്കെ വാഷ് ചെയ്യണം. എൻ്റെ ഒരു സാറ്റർഡേ മാത്രമാണ് കേട്ടോ. ശനിയാഴ്ചയാണ് ഇങ്ങനെ, കാരണം വർക്കിംഗ് ഡേയ്സിൽ അങ്ങനെയല്ല. ഇന്ന് എനിക്ക് കടയിൽ പോകണ്ട, കാരണം ശനി ഞായർ ഞാൻ കടയിൽ പോകാറില്ല. കാരണം എല്ലാ ദിവസങ്ങളിലും പോകുമ്പോഴല്ലോ എനിക്ക് ഈ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ബാലികരാ മലയായിട്ട് മാറി. കാരണം കുക്ക് ചെയ്യാറേയില്ല എന്നുള്ളതാണ്. ഉച്ചയ്ക്കും പറ്റുവാണെങ്കിൽ രാവിലെ തന്നെ മോക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാട്ടിക്കൂട്ടി വയ്ക്കുക എന്നല്ലാണ്ട് ഭയങ്കരമായിട്ടൊരു കുക്കിംഗ് ഇല്ല. ഇന്ന് ഞാൻ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തവ ഫ്രൈ ചെയ്യാനായിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് ഒക്കെ നല്ലതാണല്ലോ നമ്മൾ ഈ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ പിന്നെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അലിഞ്ഞ് ഒന്നും ശരീരം ഒന്നും ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പൊ ഇനി കുറച്ച് ശരീരമൊക്കെ ശ്രദ്ധിക്കാമെന്നാണ് വിചാരിക്കും. അപ്പൊ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞാൻ അങ്ങനെ വീണ്ടും ഇറങ്ങി താഴോട്ട് തന്നെ വന്നു കേട്ടോ. ഞാനത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് താഴോട്ട് വന്നു. അപ്പോഴാണ് ഞാൻ മോള് പറഞ്ഞ അമ്മ എനിക്ക് മുസ്ലി വേണമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു വേറൊരു വീഡിയോയിൽ കാണിക്കാനാണ് വിചാരിച്ചത്. പക്ഷേ മുസ്ലി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ രാവിലെ അവർക്ക് ലീവല്ലേ, മുസ്ലി ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ മുസ്ലി കേട്ടോ. ഓർഗാനിക് ഹാബിറ്റ്സിന്റെ ജൂനിയർ ചോക്കോ ഗ്രനോള. ഇതിനകത്ത് സീഡ്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, മില്ലറ്റ്സ് ഉണ്ട്. എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ഇപ്പോൾ മോക്ക് കുറച്ച് നാളായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇതാണ് കൊടുക്കുന്നത്. എത്രത്തോളമായി കുറച്ചേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷേ നമ്മളിപ്പോൾ എപ്പോഴും പറയാറില്ലേ, മക്കളുമാർ രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവരെന്താ മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് കഴിച്ചിട്ട് പോകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ കോഴി കൊത്തി പറക്കുന്ന മാരി കൊത്തി പറക്കിട്ട് പോകും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. ഇതിനകത്താകുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാം ഇൻക്ലൂഡ് ആണ്. സീഡ്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, മില്ലറ്റ്സ് ഉണ്ട്. ഭയങ്കര സൗണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് പിള്ളേർക്ക് വെയിറ്റ് ലോസിനും സഹായിക്കും ഇത് കേട്ടോ. കാരണം മക്കൾമാരൊക്കെ നല്ല ഗുണ്ടായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ ഓവറായിട്ടൊക്കെ ഫുഡ് കൊടുക്കാതെ ഇത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഞാൻ എങ്ങനെയാ മോക്ക് ഇത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ മിൽക്ക് ഉണ്ടല്ലോ, A1 മിൽക്ക്, അവൾക്ക് ഞാൻ ഈ മിൽക്ക് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം അവൾക്ക് കുറച്ച് തടിയുണ്ടല്ലോ. അവള് അങ്ങനെ വർക്കൗട്ട് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നെങ്കിലും അവൾ കുറച്ച് നല്ല ഫുഡി ടൈപ്പാണ്, കുറച്ച് നല്ലൊരു ഫുഡ് കഴിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഈ പ്രായം കുറച്ചും കൂടെ ഒക്കെ വലുതാവട്ടെ എന്ന് വിചാരിച്ചാൽ അവർ തന്നെ അവരെ ഇത് കുറയ്ക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പാലെടുക്കും. പാലിലാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഷുഗറോ കാര്യങ്ങളോ വേറെ ഒന്നും അഡീഷണൽ ചെയ്യാറില്ല. ഇനി ഈ പാല് നമുക്ക് ചൂടാക്കണം എന്നില്ല, കാരണം ഇത് ഓൾറെഡി പാസ്ചറൈസ്ഡ് മിൽക്കാണ്. ഇതിനകത്ത് ചൂടാക്കണം എന്നില്ല. എങ്കിലും ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ മില്ലറ്റ്സ് ഇടുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് ഞാൻ ആ ഇഡ്ഡലി ഫുഡ് കഴിച്ചില്ല കേട്ടോ, 4 എണ്ണം ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് മോള് കഴിച്ചോളൂ. അപ്പോൾ ഈ പാല് ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റോ 1 മിനിറ്റോ ഒന്ന് ചൂടാക്കും. ഓക്കെ, 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കും. ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ മുസ്ലി ഇടുന്നത്. ഈ മുസ്ലിക്ക് വേറൊരു മുസ്ലിം തന്നെയാണോ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയണം കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വർക്കിംഗ് വുമൻസിന് വേണ്ടിയിട്ടുള്ള മുസ്ലിയാണ്. അപ്പോൾ അത് നല്ലപോലെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ടുണ്ടാവും. നമ്മുടെ വയറിൽ അങ്ങനെ ഹെവി ആയിട്ടുള്ള സാധനം അങ്ങനൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല, നല്ല ഫില്ലിംഗ് ആയിട്ടുണ്ടാവും. ഇത് തന്നെ നമുക്ക് ഡയബറ്റിക് ഉള്ളവർക്കും യൂസ് ചെയ്യാം. ഇപ്പോൾ ഡയബറ്റിക് ഉള്ളവർ തന്നെ ഇത് യൂസ് ചെയ്യണം അങ്ങനൊന്നുമില്ല. ഡയബറ്റിക് അല്ലാത്തവർക്ക് യൂസ് ചെയ്യാം. ഷുഗർ കംപ്ലീറ്റ് ആയിട്ടുമില്ല. ഞാൻ എല്ലാം മാറി യൂസ് ചെയ്യും. കാരണം നമ്മൾ ഒരുപാട് ഷുഗർ നമ്മൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നർ ആയിട്ടോ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല സംഭവമാണ് ഈ ഒരു മുസ്ലിം കേട്ടോ. ഇതിനകത്തും സീഡ്സും നട്ട്സും വെജിറ്റബിൾസും മില്ലറ്റ്സും എല്ലാം ഉണ്ട്. വെജിറ്റബിൾസിന്റെ ഡ്രൈ ഫോമിലുള്ള വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. നിങ്ങൾ കഴിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റും, ശരിക്കും നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് തന്നെ പ്രഗ്നന്റ് ലേഡീസിനുള്ളതുണ്ട്, പ്രഗ്നന്റ് ലേഡീസ് കഴിക്കുന്നതുണ്ട്. പിന്നെ മുസ്ലിം അല്ലാതെ നമ്മുടെ ഫീഡിങ് മദേഴ്സ് ഉണ്ടല്ലോ,
ഫീഡിങ് മദേഴ്സിന് കഴിക്കുന്നതുകൊണ്ട്. അപ്പം നമ്മൾ ഈ ഫീഡിങ് ഡെലിവറി കഴിയുന്ന സമയത്ത് നമ്മൾ അത് ഓവർ വെയിറ്റ് ആവും, ആ സമയത്ത് നമുക്ക് അധികം വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് പിന്നെ ഫീഡിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൺട്രോൾ ബാലൻസ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ല ഈ ഒരു ബ്രാൻഡ് ഞാനത് പ്രൊമോഷനായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, ഞാൻ മുമ്പ് നിങ്ങളോട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഓർഗാനിക് നേത്രയുടെ പ്രോഡക്ട്സ്. അപ്പോൾ അവരുടെ തന്നെ ഒരു പ്രോഡക്ട്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് അയച്ചു തന്നുകൊണ്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പം ഓരോ ദിവസം ഇതെല്ലാം അയച്ചതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 1-2 മാസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയി ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. നമുക്ക് രാവിലെ വലിയ പണിയില്ല, നല്ല ഹെവി ആയിട്ട് ഒരുപാട് ഹെവി ഫുഡായിട്ട് കഴിക്കണം എന്നില്ല, ചെറുതായിട്ട് ചൂടായാൽ മതി. ഓവറായിട്ട് ചൂടായി കഴിക്കാൻ എന്താ പ്രശ്നം അറിയാം, നമുക്ക് ഭയങ്കരമായിട്ട് വെന്തു പോകും. അപ്പോൾ ഒരു രസം ഉണ്ടാകത്തില്ല. ഈ ഇഡ്ഡലി തണുത്ത് പോകാതിരിക്കാൻ നമുക്ക് അവിടെ തന്നെ ഓക്കെ. എന്നിട്ട് നമ്മുടെ ഈ കിഡ്സ്, ഞാൻ നോക്കുന്നത് ജൂനിയർ ചോക്കോയാണ്. മോക്ക് വേണമെങ്കിൽ ഇത് തന്നെ കൊടുക്കാം, ഈ വർക്കിംഗ് വിമൻസിന്റെ തന്നെ കൊടുക്കാം, കുഴപ്പമില്ല. എങ്കിലും ഇതിനകത്താകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഇത് എങ്ങനെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഞാനിത് ജസ്റ്റ് പാലിലേക്ക് ഇട്ട് കൊടുക്കും. അവൾ പറയും അമ്മ ഒരുപാട് ഇടല്ലേ, ഭയങ്കര എന്താ പറയുന്നത് ഇതാണ് വെച്ചാൽ ഹെവി ആയിട്ട് നല്ല ഇതായിട്ട് വരും കേട്ടോ. ഇങ്ങനെ ചോക്കോ ഗ്രാനുൾസ് ആണ്, ചോക്കോ ഗ്രാനുൾസ് ഉണ്ട്, അതിനകത്ത് സീഡ്സ്, വെജിറ്റബിൾസ്, മില്ലറ്റ്സ് എല്ലാം ഉണ്ട്. ഇത് പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിങ്ങനെ നട്ട്സ് ആയിട്ടൊക്കെ കഴിക്കാം. അവിടെ ചിലപ്പോഴൊക്കെ കോളേജിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് വിശക്കുന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒരു ചെറിയ കപ്പിലായി കൊടുത്തുകഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ചും ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ശരിക്കും നല്ലൊരു സംഭവമാണ് ഈ ഒരു ഓർഗാനിക് ഹാബിറ്റ്സ്. അവരുടെ കമ്പനിയുടെ പേര് ഓർഗാനിക് ഹാബിറ്റ്സ് ആണ്. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ലഭ്യമാണ്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ വാങ്ങിക്കും കേട്ടോ. വാങ്ങിക്കുന്നല്ല, ഞാൻ 100% ഞങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ അങ്ങനെ അധികം പ്രോഡക്ട്സ് ഒന്നും റെക്കമെൻഡ് ചെയ്യാറൊന്നുമില്ല. ഞാൻ അങ്ങനെ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാറേ ഇല്ല. കണ്ടാ, എനിക്ക് അത്രയ്ക്കും നല്ലതാണെന്ന് തോന്നുന്ന പ്രോഡക്ട്സുകൾ മാത്രമേ ഞാൻ പ്രൊമോഷനിൽ ഉൾപ്പെടുത്താറുള്ളൂ. പ്രൊമോഷനിലല്ല, ഇങ്ങനെ പറഞ്ഞ് ഉൾപ്പെടുത്താറുള്ളൂ. ഇതെനിക്ക് അവർ അയച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അയച്ചു തന്നപ്പോൾ പറഞ്ഞൊരു സംഭവം അതാണ്, കവിതയ്ക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പറഞ്ഞോളൂ ഫ്രണ്ട്സിനോട്. പിന്നെ നമ്മൾ വർക്കൗട്ട് ഗ്രൂപ്പൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രൂപ്പ്സും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ലത് തോന്നുന്ന പ്രോഡക്ട്സ് ഞാൻ എല്ലാവരുടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് ഭയങ്കര നല്ലതാണ്, നമുക്ക് ഒട്ടും ടയേർഡായിട്ട് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത മെയിൻ കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒരു കാരണവശാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റ് ആയിട്ടും കഴിക്കണം. അപ്പോൾ നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഓൾട്ടർനേറ്റീവായിട്ട് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ കഴിച്ചോളൂ. പക്ഷെ നമ്മൾ വർക്കിംഗ് വുമൻസ് രാവിലെയൊക്കെ നമ്മൾ അടിച്ചു പിടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകരുതല്ലോ. ഇതാവുമ്പോൾ നമുക്ക് 8 മണിയാവുമ്പോൾ ജസ്റ്റ് ഒരു പാലിലെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ട് നല്ല സൂപ്പറായിട്ട് ഫീൽ ആവും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വിശക്കത്തുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഞാൻ മോസ്റ്റ്ലി മില്ലറ്റ്സ് തന്നെയാണ് കഴിക്കാറുള്ളത്. ഒന്നുകിൽ അല്ലെങ്കിൽ മില്ലറ്റ്സിന്റെ ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കും, ദോശ ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ ഇതേപോലെ മുസ്ലി കഴിക്കും. ഇതാണ് എൻ്റെ യൂഷ്വലി ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഹാബിറ്റ്. നിങ്ങൾക്ക് ലഞ്ച് ഹാബിറ്റ്, ഡിന്നറൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇന്നൊരു ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ, കാണാൻ ഒരു രസം ഉണ്ടാവത്തില്ല. അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് എൻ്റെ ഓരോ ഹാബിറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ റൂം എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് വെക്കുന്നത്, എൻ്റെ ജോലിയും എൻ്റെ കരിയറും എൻ്റെ വീട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ ഒന്നിച്ചു കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. ഞാൻ ഒരുപാട് കുക്ക് ചെയ്യുന്ന ആളൊന്നും അല്ല, വളരെ കുറച്ചായിട്ട് നല്ല ക്വാളിറ്റി ഫുഡ് വളരെ കുറച്ച് ഉണ്ടാക്കി കഴിക്കുന്ന ഒരാളാണ്. ഞാൻ കുക്ക് ചെയ്യാൻ കുറച്ച് മടിയൊക്കെ ആണെന്ന് തന്നെ വിചാരിച്ചോളൂ. അങ്ങനെ ഒരുപാട് കുക്ക് ചെയ്ത് ഭയങ്കര സംഭവങ്ങൾ, ചോറ്, ചീനി, ചക്ക, തോരൻ അങ്ങനൊന്നും ഉണ്ടാക്കുന്നതല്ല. വളരെ കുറച്ചായിട്ട് ക്വാളിറ്റി ഫുഡ് വളരെ കുറച്ച് ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ ഇത് മതി. ഞാൻ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാൻ ഇത് മുസ്ലി കാണിക്കണം എന്ന് വിചാരിച്ചു വന്നതല്ല. പക്ഷേ ഇത് ഞാൻ മോള് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഓക്കെ എന്തായാലും അവൾക്ക് കൊടുക്കുമല്ലേ, ഈ ഒരു ഗ്ലാസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉച്ച വരെ നല്ല ഫില്ലായിട്ടുണ്ടാവും. അവൾ കുളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവൾ കുടിക്കുന്നതും കൂടെ ഞാൻ കാണിച്ചു തരായിരുന്നു. സൂപ്പർ എഫക്റ്റീവ് ആണ്, സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പ്രോഡക്ട്സ്. അതുപോലെ തന്നെ നിങ്ങൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കറിവേപ്പില പൊടിയും ഫ്ലാക്സീഡിന്റെ പൊടിയൊക്കെ പൊടിച്ചു വെച്ച് നല്ലെണ്ണയിൽ മിക്സ് ചെയ്ത് മക്കളുമാർക്ക് പെരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പിള്ളേർക്ക് കഴിക്കാനും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മോർണിംഗ് എൻ്റെ ഒരുവിധമൊക്കെ ഉള്ള കാര്യങ്ങളായാലും. അപ്പോൾ വീഡിയോ നമ്മുടെ ചാനലൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തുടർന്ന് നല്ല നല്ല വീഡിയോകൾ ഇടാനായിട്ട് തീർച്ചയായും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.